ഒരു അതിഥി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല, ഇവരെന്ത് ആതിഥേയരാണ് എന്ന് സാർ ചിന്തിക്കില്ലേ ആൾക്കാർ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? എടുത്തോ, പറഞ്ഞത് ഞാൻ തന്നെ എടുത്തു. സോണിയ, ഈ പിന്നെ ആ, ഞാൻ ഒരു ആലപ്പുഴ വിശേഷം ചോദിക്കട്ടെ. സോണിയ ഈ വോയിസ് ഓഫ് ആലപ്പിയിൽ പാടിയിട്ടുണ്ടല്ലേ? ഞാൻ വിന്നറായിരുന്നു. ആ അത് ഞാൻ 10 വയസ്സ് ആയിരിക്കുമ്പോഴായിരുന്നു വോയിസ് ഓഫ് ആലപ്പിയിലെ വിന്നറായത്. അത് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് തുടക്കം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കും മുതൽ ഗാനമേളയ്ക്ക് പോയി തുടങ്ങിയതായിരുന്നു, സ്റ്റേജ് ഷോസൊക്കെ. പിന്നെ ഏത് ട്രൂപ്പിൽ? അത് സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ആലപ്പിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഗാനമേള ട്രൂപ്പ് ആലപ്പുഴ എന്നാണ്, ഏറ്റവും പ്രശസ്തമായ ഗാനമേള ട്രൂപ്പ്. ദിവസം ഒരു പ്രാദേശിക അവനവന്റെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടാവില്ല. ഗാനമേള ട്രൂപ്പിന്റെ കാര്യമായതുകൊണ്ടല്ലേ ഡാറ്റ ഉണ്ടാവില്ല. ബ്ലൂ ഡയമണ്ട്സ് അല്ലേ ഇടൂ? ബ്ലൂ ഡയമണ്ട്സ് ആണ് കേരളത്തിലെ ഏറ്റവും ഡയമണ്ട്സിൽ ഞാൻ പാടിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരുപാട് ഞാൻ ഒത്തിരി ഗാനമുള്ള ട്രൂപ്പുകളിലും അതുപോലെ ഗസ്റ്റായിട്ടും പോയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് പറയാനൊരു മടിയില്ല. എല്ലാ സ്ഥലത്തും കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ എല്ലാ സ്ഥലങ്ങളിലും ഷോസ് ചെയ്തിട്ടുണ്ട്. ഗാനമേള തന്നെ. പിന്നെ വോയിസ് ഓഫ് ആലപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് ഞാനായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി. ബാക്കി എല്ലാവരും പ്രായ പരിധി ഇല്ലാത്തൊരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ ഏറ്റവും കുഞ്ഞു ഞാനായിരുന്നു. അപ്പോൾ ഞാനന്ന് വിൻ ചെയ്ത വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു എനിക്ക് അന്ന്. അതിന് ശേഷം ആയിരുന്നു ഈ 4 റിയാലിറ്റി ഷോ വിൻ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെ. അതായത് സ്റ്റാർ സിംഗർ ഫെയിം എന്ന് മാത്രമല്ല, നമ്മൾ അതായത് സോണിയയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. സോണിയയുടെ ഒരു കരിയർ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, സോണിയയുടേതായ ഒരു രീതിയിൽ വളരെ സോഫ്റ്റ് ആണ്. സോണിയുമായി ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് കുറച്ച് ശാന്തതയുണ്ട്, എന്നാൽ പാട്ടുകളിൽ രണ്ടും സമന്വയിപ്പിക്കാനും പറ്റുന്നുണ്ട്. നമുക്കൊരു കഥകളിപ്പദം കേട്ടാലോ? സാറിന് കഥകളിപ്പദം ഒക്കെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ സോണിയെ ഏറ്റവും കൂടുതൽ ആളുകൾ, എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റ് ആയില്ലായിരുന്നുവെങ്കിൽ ഒരു കഥകളി നടനാകുമായിരുന്നു എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞാൽ ഞാൻ ഓർമ്മിക്കുന്നു. എന്റെ 2ാമത്തെ ചോയ്സ് അല്ലേ? നമുക്ക് അജിതാഹരെ ഒന്ന് കേട്ടാലോ? ഉണ്ണി സാറെ കേട്ടിട്ടുണ്ടോ? അതിമനോഹരാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കായി അതൊന്നും. അജിതാഹരെ ഈ എംബ്രാന്തിരി ഹരിദാസും കൂടി പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. സ്റ്റേജിൽ ഈ അജിതാഹരെ ചെയ്യുന്നത്, അജിതാഹരെ പാടുന്നത്. എനിക്ക് സോണിയയുടെ ഒരു വീഡിയോ ഞാൻ കണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. റിപ്പോർട്ടറിലൂടെ ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർ കേൾക്കട്ടെ. ഞാൻ ഒരു ചെറിയ കുറച്ച് വരികൾ. അജിത ഹരേ ജയ മാധവ വിഷ്ണു, അജിത ഹരേ ജയ മാധവ വിഷ്ണു, അജമുഖ ദേവ നദ വിജയ സാരദേ സാധു ദ്വിജനു പറയുന്നു, അജിത ഹരേ ജയ മാധവ വിഷ്ണു, അജമുഖ ദേവ നദ മനോഹര അല്ലേ? താങ്ക് യു. രാവിലെ കഥകളി പദമൊക്കെ കേൾക്കുന്നതിന്റെ അതിന്റെ ഒരു പ്രഭാതത്തിൽ കേൾക്കുമ്പോഴേക്കേ രാവിലെ ഞാൻ ഹൈദരാലി സാറിന്റെ കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ ആമോദിന്റെ ചേട്ടൻ ബാലേട്ടൻ പറഞ്ഞിട്ട് ഈ പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഫേസ്ബുക്കും യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോൾ ഭയങ്കര വ്യൂസ് ആയിരുന്നു. ഇതുപോലെ ഓരോരുത്തരും പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് കുറേ പാട്ടുകൾ ഇങ്ങനെ ഇടാറുണ്ട്.